കേന്ദ്ര അവഗണനയിൽ തുടർ നീക്കങ്ങളിൽ ചർച്ച. നിർണായക യോഗം ചേർന്ന കോൺഗ്രസ് 10 ജൻപഥിൽ ഉള്ള സോണിയാഗാന്ധിയുടെ വസതിയിലാണ് യോഗം ചേർന്നത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള UDF പ്രതിനിധികളും പങ്കെടുത്തു. നവംബർ 30, 1 തീയതികളിൽ പ്രിയങ്ക വയനാട്ടിലെത്തും. രാഹുൽ ഗാന്ധിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MLA മാർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ. ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധി നേരത്തെ 2 തവണ പാർലമെന്റ് സംസാരിച്ചതാണ്. തുടർന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ നടക്കും. ഞങ്ങൾ ഇന്ന് വേറെ പ്രക്ഷോഭം നടക്കുകയാണ്. തുടർ പ്രക്ഷോഭങ്ങൾ വയനാട്ടിൽ വളരെ സീരിയസ് ആയി നടക്കുകയാണ്. അതോടൊപ്പം ഏതൊക്കെ തലത്തിൽ ഡൽഹിയിലും പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ഓൾറെഡി രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതായ പാർലമെന്റിനകത്തെ ഇതിനു വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. കേന്ദ്രം കാണിക്കുന്ന ഈ മനുഷ്യത്വരഹിതമായ സമീപനം തിരുത്തിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം. ഒരു ഇഞ്ച് പുറകോട്ട് പോകില്ല എന്നുള്ളത് മാത്രമല്ല, കേന്ദ്രത്തിന്റെ പാളിച്ചയുണ്ട്, സംസ്ഥാനത്തിന്റെ പാളിച്ചയുണ്ട്. 2 പാളിച്ചകൾക്കുമെതിരായി പുനരധിവാസം പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സർവ്വശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കും. അത് നടത്താൻ ആവശ്യമായ നടപടികളിൽ പങ്കാളിത്തം വഹിക്കും. സംസ്ഥാന സർക്കാർ പാളിച്ചകളുണ്ട്, കേന്ദ്ര സർക്കാരിന് അതീവ ഗുരുതരമായ പാളിച്ചകളുണ്ട്. ഇത് രണ്ടും തിരുത്തിക്കാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രക്ഷോഭം എല്ലാ തലത്തിലും നടത്തും.